നമസ്കാരം. ഈ വീഡിയോ ഒരു ഡെഡിക്കേഷൻ ആണ് കേട്ടോ. ഏട്ടായിമാർക്ക് വേണ്ടി ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള കാന്താരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം. അപ്പൊ നിങ്ങൾ ഈ പന്തീരാങ്കാവ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. 5-6 മാസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസാണ്. ഒരു യുവതിയും വീട്ടുകാരും സ്വന്തം ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പോയി പരാതി കൊടുക്കുന്നു. അതും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ഭർത്താവ് തന്നെ ബെൽറ്റ് കൊണ്ടടിച്ചു, ക്രൂരമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ആ യുവതിയുടെ കൂടെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ കേസായി, കോടതിയായി. ഈ ഭർത്താവ് മുങ്ങി ജർമ്മനിയിലേക്ക് പോകുന്നു. എന്നിട്ട് ജർമ്മനിയിൽ പോയ ഭർത്താവിനെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലീസുകാരൊക്കെ തന്നെ പിടിപ്പത് പണിയെടുത്തതാണ്. അവസാനം കോടതി വരെ എത്തി. പക്ഷേ ഒരു ദിവസം ഒരു സുപ്രഭാതത്തില് ഈ കാന്താരിക്ക് അങ്ങ് ബോധോദയം സംഭവിച്ചു. ഈ യുവതി പറയുക, ഏട്ടായി പാവുക, ഏട്ടായി എന്നെ തൊട്ടുപോലും നോവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, വീട്ടുകാരാണ് കുറ്റക്കാര്. അതായത് ഈ യുവതിയുടെ ഒപ്പം നിന്ന് വീട്ടുകാരാണ് കുറ്റക്കാര്, വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് കേസ് കൊടുത്തത്, അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് കേസ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഏട്ടായിയുടെ കൂടെ പോയാൽ മതിയേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊലുക്കി എല്ലാ കേസും പിൻവലിച്ച് ചേട്ടായിയുടെ കൂടെ പോയി. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? 6 മാസങ്ങൾക്ക് ശേഷം ചേട്ടായി പിന്നെയും ചേട്ടായിയുടെ തനിക്കൊണം എടുത്തു. ഞാനൊരു വാർത്ത കേൾപ്പിച്ചു തരാം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനം. കറിയിൽ ഉപ്പില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. എങ്ങനെ ഇരിക്കുന്നു? സാധാരണഗതിയിൽ ആരെങ്കിലും ഇങ്ങനെ തല്ലിയെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമോ ഒരു സഹതാപമോ ഒക്കെ ആയിരിക്കും തോന്നുന്നല്ലേ. പക്ഷെ ഈ പെൺകുട്ടിയുടെ അവസ്ഥയിൽ ഒരു രീതിയിലുള്ള സഹതാപമോ വിഷമോ തോന്നുന്നില്ല. മറിച്ച് പുച്ഛവും പരിഹാസവും മാത്രമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? അന്ന് എല്ലാവരും ഈ പെൺകൊച്ചിന്റെ ഒപ്പം നിന്നു. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ വീട്ടുകാരൊപ്പം നിന്നു, നാട്ടുകാരൊപ്പം നിന്നു, റിയാക്ഷൻ ചാനലുകാരൊക്കെ തന്നെ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചു, വീഡിയോസ് ചെയ്തു. പോലീസും കോടതിയും ഒപ്പം നിന്നു. പോലീസുകാരൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. എന്നിട്ട് അവസാനം എന്തുണ്ടായി? ഈ പെൺകൊച്ചിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിഡ്ഢികളാക്കി, പോലീസിനെ വിഡ്ഢികളാക്കി, കോടതിയെ വിഡ്ഢികളാക്കി. ആ പെൺകൊച്ച് അയാളുടെ കൂടെ തന്നെ തിരിച്ചിറങ്ങിപ്പോയി. എല്ലാം പോട്ടെ, സ്വന്തം വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് വീട്ടുകാരെ വിഡ്ഢികളാക്കി, വീട്ടുകാരെ പറ്റിച്ചിട്ടാണ് ചേട്ടായി മതിയേ, ചേട്ടായി ഒന്നും ചെയ്തില്ലേ, എനിക്കൊന്ന് ചേട്ടായി തേനും പാലും ഒക്കെ ഒലിപ്പിച്ച് ഒന്ന് കൂളാക്കി എടുത്തപ്പോഴത്തേക്കും ചേട്ടായിയുടെ കൂടെ അങ്ങ് പോയി. ഇപ്പൊ എന്തുണ്ടായി? അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇതുപോലെയുള്ള സൈക്കോകളെ വിശ്വസിക്കുന്ന പെൺകുട്ടികളുടെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ്. ആ ദുരന്തത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ, രക്ഷപ്പെടാൻ ആ കൊച്ചിനൊരു അവസരം ഉണ്ടായതാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? പെൺകുട്ടികളുടെ വീട്ടുകാരെയാണ്. പെൺകുട്ടികൾ ഉപദ്രവം സഹിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാലും പോയി ചോദിക്കാതിരിക്കുന്ന പെൺകുട്ടികളുടെ വീട്ടുകാരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. വീട്ടുകാർ ഫുൾ സപ്പോർട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 5-6 ദിവസങ്ങൾക്ക് ശേഷം വീട്ടുകാർ വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചിന്റെ ദേഹത്തൊക്കെ തന്നെ പാട് കിടക്കുന്ന കണ്ടപ്പോൾ അപ്പം തന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇതുപോലെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. എന്നിട്ട് അവസാനം ആ വീട്ടുകാരെ പറ്റിച്ചു. വീട്ടുകാരെ കുറിച്ച് എന്തൊക്കെ മോശമായിട്ടുള്ള വാക്കുകളാണ് ആ പെൺകൊച്ചെന്ന് പറഞ്ഞതെന്നറിയാമോ? അച്ഛന് ചേട്ടനോട് ശത്രുതയായതുകൊണ്ട് മനഃപൂർവ്വം കേസ് കൊടുത്തതാണെന്ന്. ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ മിക്ക പെൺപിള്ളാർക്കും ആ ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഹോസ്റ്റേജ് ആയിട്ടുള്ള ഇരയ്ക്ക് സ്വന്തം ഉടമയോട്, തന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയോട് തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ്, ഒരു ബോണ്ടിങ്, അതാണെന്ന് തോന്നി ഈ പെൺകൊച്ചിന്. അതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? മീൻകറിയിൽ ഉപ്പില്ല, പുളിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചതെന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വാർത്തയൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് തോന്നുന്നില്ല എല്ലാ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ ഇടപെടുമെന്ന്. അന്ന് എല്ലാ മാധ്യമങ്ങളും തലങ്ങും വിലങ്ങും ഈ കാര്യത്തിൽ ഇടപെട്ട് വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ വലുതായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി ഈ കൊച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ പോലീസുകാർ വലിയ കാര്യമായിട്ട് അന്വേഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അന്ന് പോലീസുകാരെ മെനക്കെടുത്തി സമയമെല്ലാം നശിപ്പിച്ച്. ഇത്തരത്തില് ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആണുങ്ങളെ, അതായത് സ്വന്തം കയ്യൂക്ക് തീർക്കാനുള്ള ഉപകരണമാണ് ഭാര്യമാര്, പെണ്ണുങ്ങളെ എന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന ആണുങ്ങളെ കൃത്യമായിട്ട് നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ തന്നെ തയ്യാറാകണം, ധൈര്യത്തോടുകൂടി നിൽക്കണം. അല്ലാതെ തേനും പാലും ഒലിപ്പിക്കുമ്പോഴേക്കും ഒന്നിച്ചിരി സ്നേഹം കാണിക്കുമ്പോഴേക്കും അയ്യോ എൻ്റെ ഏട്ടായി ആണേ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം വരും. ആ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ? ഇതൊക്കെ ഉപേക്ഷിച്ച് നല്ലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടും അത് തട്ടിത്തെറിപ്പിച്ചിട്ടാണ് രണ്ടാമതും ആ നരകത്തിലേക്ക് ആ പെൺകൊച്ചു പോയത്. ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളൊരു പാഠമാണ്. മിണ്ടാതെ നിന്ന് സഹിക്കുന്ന പെൺകുട്ടികൾക്ക്. പലരും പറയും ആ പെൺകൊച്ചിന്റെ സാഹചര്യം അങ്ങനെ ആയിരിക്കും. എന്ത് സാഹചര്യം? ആ പെൺകൊച്ചിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല.
അവനെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അവൻ മുങ്ങിയേക്കുക, ജർമ്മനിയിലോട്ട് വല്ലതുമായിരിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാർ അങ്ങോട്ട് മുങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഇഷ്ടംപോലെ ആൾക്കാരിയ്ക്കുമല്ലേ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ മുങ്ങിയിട്ടുണ്ട്, തല്ലി ചതച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. എന്നിട്ട് ആംബുലൻസിൽ വെച്ച് വരെ തല്ലി എന്നാണ് കേൾക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അമ്മയെ നിർത്തിയിട്ട് അവൻ അവൻ്റെ പാടിന് പോയി. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ മിണ്ടാതെ നിന്ന് ഒരിക്കലും സഹിക്കാൻ പാടില്ല. ഉപദ്രവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പടി ഇറങ്ങി വീട്ടിലേക്ക് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുക, പരാതി കൊടുക്കുക, അയാളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുക. നിയമം കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ കൂടെ നിയമം കൂടെ നിൽക്കുന്നുണ്ട്. അത് വേണ്ടാന്ന് വെച്ച് പിന്നെയും തിരിച്ചു പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും.